ഹലോ, വെൽക്കം ബാക്ക്. ഷാനമസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ കുറേ ആയി ലോങ് വീഡിയോ ചെയ്തിട്ട് കുറച്ചായി, എന്തായാലും ഒരാഴ്ചയ്ക്ക് മുകളിലായിട്ടുണ്ടാവും ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടാ. ഒന്നുമല്ല, സാഹചര്യം കൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ സമയം ഇങ്ങനെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. നമുക്ക് മാത്രമല്ല, ഫുഡ് നമ്മുടെ പള്ളിയിൽ ഉസ്താദിനുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരിയും എന്താ പറയുക, കോഴിമുട്ട തേങ്ങ വറുത്തരച്ച കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള പൊടിയെല്ലാം അമ്മ പത്തിരി ഉണ്ടാക്കാൻ നൈസ് പത്തിരിയാണ്. അപ്പോൾ അതെല്ലാം അമ്മ പൊടിയൊക്കെ വാട്ടി അതൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പത്തിരി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു എന്താ പറയുക, പത്തിരി ഉണ്ടാക്കിയാലും എനിക്കൊരു ടെൻഷനാണ്. എന്തോ അറിയില്ല, റെഡി ആവില്ലേ എന്നുള്ള ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ അങ്ങനെ അതിലേക്ക് നിൽക്കാറില്ല. പത്തിരി പരത്തും ചുട്ടെടുക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൂടുതലും ഉമ്മ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ബാക്കിയുള്ള കറിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഉള്ളി അതൊക്കെ കട്ട് ചെയ്ത് ഇതാക്കി, അതുപോലെ തേങ്ങ ഒക്കെ ചിരകി അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ കോഴിമുട്ട പൊരിച്ചു. മസാലക്കറി ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല വിചാരിക്കണേ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കും ചെയ്തോട്ടാ. നല്ല ടേസ്റ്റാണ് കോഴിമുട്ട വറുത്ത് അരച്ച് കറിയും പത്തിരിയും കൂടെ കഴിക്കാൻ കേട്ടോ. അതുപോലെ തന്നെയാണ് ചിക്കൻ കറി. ഇതുപോലെ വറുത്തരച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടുന്നത് വലിയ ജീരകം കേട്ടോ. ഒരു ഇച്ചിരി എടുത്തിട്ടുണ്ട്, ഒരുപാട് വേണ്ട. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിയാലോ. അപ്പോൾ കുറച്ചെടുത്താൽ മതി കേട്ടോ. വലിയ ജീരകം ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഈ ഒരു തേങ്ങയിലേക്ക് ഇട്ടിട്ടാണ് പിന്നെ നമ്മൾ വറുത്തെടുക്കുന്നത് കേട്ടോ. ഞാൻ ഇതിന് മുൻപും ഈ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ലോങ് വീഡിയോ നമ്മുടെ ഇപ്പോൾ നോമ്പായതിന് ശേഷം നമ്മുടെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുമ്പോൾ ഞാനിതുപോലെ ഇട്ടിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ അത് മുട്ടക്കറിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ കറി വെച്ചത് ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം സെറ്റാക്കി ഒരു പാന് ചൂടായി വന്നതിൻ്റെ ശേഷമാണ് തേങ്ങ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പിന്നെ വറവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല എന്താ പറയുക, മൂത്ത് പോണ്ട, എന്നാൽ അത്യാവശ്യം മൂപ്പ് വേണേനും ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് മാറ്റി പിന്നെ അത് അരച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാനിത് ഒന്ന് നല്ല ചൂടായതിന് ശേഷമാണല്ലോ പാനിലിട്ട് കൊടുത്തപ്പോൾ ഒന്ന് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വലിയ ജീരകം ഇട്ടതിന് ശേഷം മിക്സ് ആക്കിയിട്ടില്ല, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നാക്കി മിക്സ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട, കുറച്ച് മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എനിക്ക് വീട്ടിലെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ ദിവസവും ഒന്നുമില്ല ഉസ്താദിന് ചിലവെന്ന് പറഞ്ഞത്. ആഴ്ചയിൽ 1-2 ദിവസം, നമ്മളിപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് 2 ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, തിങ്കളാഴ്ചയാണ് കൂടുതലും നമ്മൾ കൊടുക്കാറില്ല. അന്നത്തെ ദിവസം നല്ല തിരക്കുണ്ടാവും. പക്ഷെ ഒരാൾക്കായാലും 10 ആൾക്കായാലും ഫുഡ് തന്നെയാണ് കേട്ടോ. ഏതായാലും നമ്മൾ പറയും കുറച്ച് പേരല്ലേ ഉള്ളൂ, അപ്പോൾ എന്താ ഇപ്പോൾ പണിയുള്ളത്. പക്ഷേ നമ്മൾ വെറുതെയാണ്. എങ്ങനെ ആയാലും ഫുഡ് ഉണ്ടാക്കുന്നത് വെച്ചാൽ കുറച്ചാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ പണി തന്നെയാണ്. നമ്മുടെ പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ പൊരിക്കടി ഞാൻ പുറത്തുനിന്നാട്ടോ വാങ്ങിച്ചത്, ഞാനും അമ്മയും മാത്രമല്ല. അപ്പോൾ ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഏകദേശം ബാങ്ക് കൊടുക്കാൻ സമയമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇങ്ങനെ തിരക്കുള്ള ദിവസം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൂട്ടോ. ബാക്കിയുള്ള ദിവസമൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ് കൂടുതൽ ഉണ്ടാക്കാറുള്ളത്. പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മീൻ നമ്മുടെ സ്ഥാനം തന്നെ, ചോറ് വേണം, കറി, ഇതെല്ലാം അതേ സമയത്ത് തന്നെ നമ്മൾ റെഡിയാക്കി കൊടുക്കണം കേട്ടോ. ചായ കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ റെഡിയാക്കി അതും കൊടുക്കണം. അപ്പോൾ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ സൂതയായിരുന്നു കേട്ടോ. വീട്ടിൽ അധികം കിട്ടുന്നൊരു മീൻ സൂത തന്നെയാണ്. സൂത, അയില അങ്ങനെയൊക്കെയുള്ള മീനാണ് അധികവും കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കറി വെക്കും വേണം, അതുപോലെ തന്നെ പൊരിച്ചെടുക്കും വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്, വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു പരുവായാൽ മതി കേട്ടോ. ഒരുപാട് കരിഞ്ഞൊന്നും പോകണ്ട. ഈ ഒരു പരുവായി ഒരു ഗോൾഡൻ കളർ വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുക, ചൂടാറിയതിൻ്റെ ശേഷം നമുക്കത് അരച്ചെടുക്കാം. പിന്നെ ഉമ്മ പത്തിരിപ്പണി ഇത് ഏകദേശം കഴിഞ്ഞു കേട്ടോ.
അത്യാവശ്യം ഈ പത്തിരി പണി പറഞ്ഞാൽ എൻ്റെ ഉമ്മാക്ക് സിമ്പിളാന്ന് പറഞ്ഞേക്കാം, പക്ഷെ നല്ല പണിയുള്ളൊരു പണി തന്നെയാണ് പത്തിരി പണി. അപ്പം ഞാൻ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഉമ്മ ആ പണിയെടുക്കുമ്പോൾ നമുക്ക് ഈ പണിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരുമല്ലോ. അപ്പം ഞാനത് ഈ ഒരു പണിയിലാണ്. പത്തിരി ചുട്ടെടുക്കുക, കറിക്ക് റെഡിയാക്കി എടുക്കുക, തേങ്ങ അരച്ചെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പണിയിലാണ്. പിന്നെ പത്തിരി ചുടാൻ നിന്നത് വെച്ചാൽ ഈ അടുപ്പിൻ്റെ അടുത്ത് തന്നെയാണല്ലോ നിൽക്കുന്നത്. ഒന്നാമത് നല്ല ചൂടാണ്. പിന്നെ ഈ ഒരു എന്താ പറയുക, പത്തിരി തവ അങ്ങോട്ട് ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നിൽക്കൂല കേട്ടോ, നല്ല ചൂടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കൊടുക്കാനുള്ള വിഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ ഏകദേശം നമ്മളിത് റെഡിയായപ്പോൾ ഉമ്മ ഏകദേശം മീൻ പൊരിച്ചെടുക്കാനുള്ളത് കായമൊക്കെ മസാല ആദ്യം ഉണ്ടാക്കിയെടുക്കും കേട്ടോ ഉമ്മ. എന്നിട്ട് പിന്നെ അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാറാണ്. നല്ല അടിപൊളി മസാല ഉണ്ടാക്കും കേട്ടോ അമ്മ. അങ്ങനെ അത് നല്ല ടേസ്റ്റ് ആട്ടോ. മസാല ആയാലും അതുപോലെ തന്നെ ബീഫൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുകയാണ്. ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ആ പണിയൊക്കെ തീർന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കാണെന്നുണ്ടെങ്കിൽ നേരം വൈകിയാലും കുറച്ച് നേരം വൈകിയാലും പ്രശ്നമില്ല. ഉസ്താദിനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ കൊടുക്കുക, 6 മണിയാകുമ്പോഴേക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ആ ഒരു സമയം കൊണ്ട് എല്ലാം ആവണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ആ ഒരു പണിക്ക് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാനിതാ തേങ്ങ ചൂടാറിയപ്പോൾ വറുത്ത് നമ്മൾ വെച്ചിരുന്നല്ലോ, അത് ചൂടാറിയെന്ന് കണ്ടപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒരുപാട് വെള്ളം ഇതിൽ യൂസ് ആക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ കറി വെക്കുകയാണെങ്കിലും ഇനി മുട്ടക്കറി വെക്കുകയാണെങ്കിലും ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരപ്പ് ആക്കിയെടുക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരിത്തിരി, ഒരുപാട് മുകളിൽ പൊന്തി നിൽക്കുന്ന രീതിയിലല്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക, അതിൻ്റെ ഇടയിലുള്ള പണികളൊക്കെയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഒരു പണി എടുക്കുമ്പോൾ വേറൊരു പണി ഉണ്ടാവും, പിന്നെ അത് അവിടെ വെച്ചിട്ടായിരിക്കും അടുത്ത പണി എടുക്കുന്നത്. അപ്പോൾ ഞാൻ കിവി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ മെയിനായിട്ട് എൻ്റെ വീട്ടിൽ ഫ്രൂട്ട്സ് തന്നെയാണ് കേട്ടോ. കൂടുതലും ഞങ്ങൾ കഴിക്കാറുള്ളത് ഫ്രൂട്ട്സും ജ്യൂസും ഇതൊക്കെയാണ്. നോമ്പ് തുറന്നാൽ കൂടുതലും കഴിക്കുന്ന ഫുഡ് എന്ന് പറയാൻ ഒരുപാട് അങ്ങനെ ഫുഡൊന്നും കഴിക്കില്ല, പക്ഷെ ഫ്രൂട്ട്സും ജ്യൂസും ഒരുപാട് വേണം. ഞാൻ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം കഴിക്കാമെന്ന് വെച്ചാൽ ആദ്യം കുടിക്കുന്ന ജ്യൂസാണ് കേട്ടോ. ഈത്തപ്പഴം വെച്ച് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ജ്യൂസ് കുടിക്കും. ഒരു 2 ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ എനിക്കൊരു സമാധാനമുള്ളൂ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ. അതൊരു നോമ്പ് തുറന്നുള്ളൊരു ആ തൃപ്തി വരണമെന്നുണ്ടെങ്കിൽ ജ്യൂസ് കുടിക്കണം, പിന്നെ ഫ്രൂട്ട്സ് കഴിക്കണം. അതാണ് എൻ്റെ മെയിൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പൊരിക്കടി ഇതൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ പിന്നെ അടുത്തത് കിവി കട്ട് ചെയ്യാണ് കേട്ടോ. കിവിൻ്റെ ആ ഒരു കളർ കണ്ടപ്പോൾ ഉള്ള സന്തോഷമാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഇതും കട്ട് ചെയ്ത് നമ്മൾ കിവിയാണ് കേട്ടോ ജ്യൂസ് അടിക്കുന്നത്. കിവി ജ്യൂസ് അടിക്കണമുണ്ട്, ജസ്റ്റ് കട്ട് ചെയ്ത് പീസ് എടുക്കുന്നുമുണ്ട് കേട്ടോ. കിവി ജ്യൂസ് അടിച്ച് കുടിച്ചവരുണ്ടെങ്കിൽ പറയണം കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. കിവിയിൽ 2 ഐറ്റം ഉണ്ട് കേട്ടോ, മധുരമുള്ള ഐറ്റം ഉണ്ട്, ഇല്ലാത്ത ഐറ്റം ഉണ്ട്, രണ്ടുണ്ട്. ഇത് നല്ല മധുരമുള്ള ഐറ്റം കേട്ടോ. റോസ് എപ്പോഴും നല്ല മധുരം ഉണ്ടാവും. നിങ്ങൾ കിവി വാങ്ങിക്കുമ്പോൾ റോസ് വാങ്ങിച്ചാൽ മതി കേട്ടോ. വൈറ്റ് അങ്ങനെ മധുരം ഉള്ളത് വൈറ്റിലുണ്ട്, ഇല്ലാത്തതും ഉണ്ട്, ഉള്ളതും ഉണ്ട് കേട്ടോ. പക്ഷേ കൂടുതലും വൈറ്റ് മധുരം ഇല്ലാത്തത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ വാങ്ങിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാനിതാ ജ്യൂസ് അടിച്ച് എടുക്കുകയാണ് കേട്ടോ. പാലൊഴിച്ചു കിവി ജ്യൂസ് അടിച്ച് എടുക്കുകയാണ്. ഇങ്ങനെ കിവി ജ്യൂസ് അടിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളിതാ മുട്ടക്കറിക്കുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം വേവിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. തേങ്ങ അരപ്പതാ ഞാനിതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും തക്കാളി ഇതെല്ലാം വെന്ത് വന്നതിന് ശേഷം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കാണുന്നത് എൻ്റെ വീട്ടിലുള്ള കോഴിയിട്ട മുട്ടയാണ് കേട്ടോ. ചെറിയൊരു മുട്ട, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടോ ആ വലുതും ചെറുതും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തത്. എനിക്കത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കാണിച്ചു തരണം വിചാരിച്ചു എടുത്തതായിരുന്നു. പിന്നെ ഇത് പൊട്ടിച്ചു ഒതുക്കി എൻ്റെ ഉമ്മ ഇടുന്നുണ്ട്. പക്ഷെ ആ വീഡിയോ എടുത്തപ്പോൾ അതിനുള്ള ഉണ്ണി കുറച്ച് വലുപ്പമുള്ളതുപോലെ തോന്നി. അപ്പോൾ നമ്മൾ മുട്ടയ്ക്ക് പൊരിച്ചെടുത്ത് ഉരുളൻകിഴങ്ങും മുട്ടയും കൂടെ ആട്ടോ പൊരിച്ചതും കൂടെ. പിന്നെ അത് നമ്മുടെ കട്ടൻ ചായക്കുള്ള വെള്ളമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട മസാലക്കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം സെറ്റാക്കി ഒരുപാട് എന്താ പറയുക, തേങ്ങ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. ജസ്റ്റ് ഒരു തിള വന്നു കഴിഞ്ഞാൽ നിങ്ങളത് തീ ഓഫ് ചെയ്തോണം കേട്ടോ. ഇല്ലാണ്ടെങ്കിൽ
എന്താ പറയുക, ഈ കോഴിമുട്ട ഇതിലുള്ള വെള്ളം ഫുള്ള് കുടിച്ചിട്ട് അത് കഴിക്കുന്ന സമയത്ത് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു പച്ച വെള്ളം പോലെ നമ്മൾ കോഴിമുട്ട കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് തിളക്കാണ്ട് തന്നെ ജസ്റ്റ് ഒരു തിള വന്നു എന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ടോണം കേട്ടോ. പിന്നെ ഇത് കട്ടൻ ചായ ആണ് കേട്ടോ. അതിൽ കച്ചറയാണെന്നൊന്നും വിചാരിക്കേണ്ട, ഏലക്കായ ഇട്ടതാണ്. പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള എല്ലാം സെറ്റാക്കി ടേബിളിന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഐറ്റംസ് ഇതൊക്കെ നിങ്ങൾ ഷോർട്ട് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എങ്കിലും ജസ്റ്റ് നമ്മുടെ ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. പിന്നെ നമ്മുടെ മീൻ കറി അപ്പോഴേക്കും ഉമ്മ സെറ്റാക്കിയിരുന്നു കേട്ടോ. തേങ്ങ അരച്ച് ചേർത്തതാണ് കേട്ടോ കറിയിൽ. നമ്മൾ സൂത കറി വെച്ചതാണ്. സൂത കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മുളകിട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ്, ഇങ്ങനെ വെച്ചാൽ മുളകിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് നല്ല ഇഷ്ടം അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മളിതാ ഒരു പാൻ വെച്ചു, മീൻ പൊരിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 6 മണിയാകുമ്പോഴേക്കും ഉസ്താദിന് എല്ലാം കൊടുക്കണം എന്നുള്ളത്. അപ്പം ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാ പണിയും ഒരേ സമയമായതുകൊണ്ട് തന്നെ ഫുള്ള് തിരക്കായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉസ്താദിൻ്റെ ചിലവുള്ള ദിവസമാണെന്ന് വെച്ചാൽ നല്ല തിരക്കുള്ള ദിവസമായിരിക്കും അന്നത്തെ ദിവസം. നമ്മൾ സാധാ എന്നും വെച്ചാൽ നോമ്പ് തുറന്നു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചോറിൻ്റെ പരിപാടിയൊക്കെ കൂടുതലും അത്താഴത്തിനുള്ളത് നോക്കാറുള്ളത്. ഇതങ്ങനെയല്ല, നമ്മൾ ഈ ഒരേ സമയം തന്നെ എല്ലാ കാര്യം നോക്കുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ അപ്പോൾ നമ്മൾ മീനൊക്കെ ഇതാ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ സൂത എന്ന് പറഞ്ഞ മീൻ വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താ അറിയില്ല, വല്ലാണ്ട് ഇഷ്ടമല്ല. പിന്നെ ഞാനിതാ മീൻ മറിച്ചിടുകയാണ് കേട്ടോ. എനിക്ക് ഈ മീൻ പൊരിച്ചെടുക്കുന്ന സമയത്തുള്ള ഒരു പേടി എന്ന് പറഞ്ഞാൽ ഇത് മറിച്ചെടുക്കുക എന്നുള്ള ഭയങ്കര പേടിയാണ് കേട്ടോ. എങ്ങാനും വെളിച്ചെണ്ണ തെറിക്കോ ഇതാവോ, ഇനി പാന് മറിയോ അങ്ങനെയൊക്കെയുള്ള പേടി ഭയങ്കരമായിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അങ്ങനെ ശ്രദ്ധിച്ച് പേടിച്ചാണ് ഞാൻ എല്ലാ ദിവസവും മീൻ പൊരിച്ചെടുക്കാറ്. പിന്നെ ഞാനൊരു ഫോയിൽ പേപ്പറിലാട്ടോ ഉസ്താദിനുള്ളത് റെഡിയാക്കുന്നത്, മീൻ കൊടുക്കുന്നത്. മീൻ കരിഞ്ഞതല്ല കേട്ടോ, അതിൻ്റെ മസാല ഒരു ചെറിയത്. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ബ്രൈറ്റ്നെസ് എന്തോ ലൈറ്റിനെന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കറക്റ്റ് ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. മീൻ കരിഞ്ഞതാണെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ കമൻ്റ് ഇടല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കറിയും ഉസ്താദിനുള്ള കറിയും പാത്രത്തിലാക്കുകയാണ്, കറിയും ചോറൊക്കെ പാത്രത്തിലാക്കുകയാണ് കേട്ടോ. ഇത് ഉസ്താദിന് ചോറ് പത്തിരി എല്ലാം ഉണ്ട്. പക്ഷേ ഈ ചോറും കറിയൊക്കെ കൊടുക്കുന്നത് വെച്ചാൽ ഇപ്പോഴേക്കുള്ളതല്ല കേട്ടോ, അത്താഴത്തിനുള്ള ഫുഡും കൂടി നമ്മൾ കണക്കാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കഥകളൊക്കെ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഒരു തിങ്കളാഴ്ച ഫുള്ള് തിരക്കുള്ള ദിവസമെന്ന് പറഞ്ഞത് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടെ കൂടാൻ മറക്കരുത്. ടാറ്റാ ബൈ.